പാലക്കാട് കൽപ്പാത്തിനെ കുറിച്ചിട്ടാണ് എനിക്ക് ചോദിക്കാനുള്ളത് ബി ജെ പിൻ്റെ പ്രതിനിധിയോട്. പാലക്കാട് കൽപ്പാത്തി സൗന്ദര്യവൽക്കരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പാലക്കാട് മുനിസിപ്പാലിറ്റി 2,80,00,000 രൂപ പാസ്സാക്കിയിട്ടുണ്ടായിരുന്നു. ആ ഫണ്ട് ലാപ്സാക്കി കളഞ്ഞത് ഇതേ ഭരണകൂടമാണ്. ഈ വികസനത്തിനെ കുറിച്ച് പറയുന്ന ഈ ബി ജെ പി ആണ് പറയുന്നത്, ബി ജെ പി ആണ് ചെയ്തത്. ഈ 2,80,00,000 രൂപ എങ്ങനെ ലാപ്സാക്കി കളഞ്ഞു ഇവർ? കൽപ്പാത്തി ഇപ്പോൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ തേരി വലിച്ച് കഷ്ടപ്പെടുന്ന ശ്രീ കൃഷ്ണകുമാറും സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ളവരോട് ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ടിരിക്കുകയല്ലേ കൽപ്പാത്തിയിലുള്ള. മറുപടി ഒറ്റ 30 സെക്കൻഡ്സ് മറുപടി പറയണം. ഞാൻ അതിന് ശേഷം വരാം. അതിനു മുമ്പ് ഇവിടെ എന്താ പറഞ്ഞോ പ്രതികരണം? ആര് ജയിക്കും? ഇവിടെ എന്തായാലും UDFന്റെ സ്ഥാനാർത്ഥി 10,000-ന് മേലെ വോട്ടുകൾക്ക് രാഹുൽ മാങ്കൂട്ടത്തിലൂടെ ജയിക്കും. എങ്ങനെ? ഒരു സംശയം വേണ്ട. ഇവിടെ ഷാഫി പറമ്പിൽ നടത്തിയ വികസനങ്ങൾ ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിലൂടെ തുടരും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല. ഇവിടെ രണ്ടാളും പെട്ടിയുടെയും EP ജയരാജൻ എഴുതിയ തിരക്കഥയുടെ ഒക്കെ പിന്നാലെ നടക്കുകയാണ്. ഇവിടുത്തെ EP പറഞ്ഞത് ഊതിക്കാച്ചിയ പൊന്നാണെന്നാണ് സരിൻ. അതന്നെയാ പറഞ്ഞേ. അതാണ് ഇവിടെ ആർഷോ ഇന്നലെ വരെ ഇവിടെ അതൊന്ന് ഊതിയതാണോ? അതാണ് ആർഷോ ഊതുവല്ല ഇത്. ആർഷോ അതിനെ പറത്തി കളിച്ചിട്ട് ഇന്ന് വലിയ കാര്യമായിട്ട് കാണുന്നുണ്ട്. ഒരു കാര്യം, ഇന്നലെ വരെ ചീത്ത വിളിച്ചവരെയാണ് ഇന്ന് നെഞ്ചിലേറ്റ് നടക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം. നാളെ അവരെ ആവശ്യം കഴിഞ്ഞാൽ എടുത്ത് ഇവിടുത്തെ പാലക്കാടിലെ ആറ്റിലേക്ക് എടുത്തെറിയുന്ന കാര്യമൊന്നും സംശയമൊന്നുമല്ല. എന്താണ് ഇവിടുത്തെ അവസ്ഥ പറഞ്ഞാൽ ചേട്ടാ? ഇപ്പോൾ EP ജയരാജനും കഴിഞ്ഞ ദിവസം ചർച്ചയിൽ ആശ്രയം പറഞ്ഞു ഞങ്ങൾക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല സ്ഥാനാർത്ഥിയാണ് സരിൻ എന്ന് പറഞ്ഞു. ഇന്ന് ഉത്തമനായ സ്ഥാനാർത്ഥി ഇന്ന് EPയും പറഞ്ഞിരിക്കുന്നു ഊതിക്കാച്ചിയ പൊന്നാന്ന് പറയുന്നു. 1% ജയിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ ഈ അരിവാൾ ചുറ്റിയ നക്ഷത്രം ഇവർ സഖാക്കളെ നിർത്തത്തില്ലായിരുന്നോ? അതാണ് എനിക്ക് ആർഷയോടുള്ള ചോദ്യം. BJP കാരോടുള്ള ചോദ്യം, ഇവിടെ വികസനം വന്നില്ല എന്ന് പറയുന്നു. ഈ മുനിസിപ്പാലിറ്റി ഇത്രയും കാലമായി ഭരിച്ചു നിന്നിട്ട് ഈ മുനിസിപ്പാലിറ്റിക്കകത്ത് റോഡുകൾ പോലും ശരിയാക്കാൻ പറ്റാത്തവർ എങ്ങനെ ഒരു നിയമസഭയിൽ പോയിരുന്ന് ബാക്കിയുള്ള ജനങ്ങൾക്ക് വേണ്ടി ഇവർ നേടിക്കൊടുക്കും? എന്താ സാധ്യത പാലക്കാട്? എനിക്കൊരു ചോദ്യമുണ്ട്. അതായത് ചോദ്യമല്ല, റിക്വസ്റ്റാണ്. സരിനോട് ഫേസ്ബുക്ക് വാളുന്ന LDFനെതിരെയുള്ള പോസ്റ്റുകൾ ആദ്യം എടുത്ത് കളയാൻ പറയണം. സരിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലെ LDFന്റെ വിരുദ്ധമായിട്ടുള്ള സാധനങ്ങൾ എടുത്ത് കളയാൻ പറയണം. എന്താ ഇവിടുത്തെ സാധ്യത പറഞ്ഞോട്ടെ. എനിക്ക് വേണ്ട. പിന്നെ കുറച്ച് നേരം ബൈക്ക് വേണമെന്ന് പറഞ്ഞിട്ട് എനിക്ക് ചോദിക്കാനുള്ളത് 9 മുൻ മുഖ്യമന്ത്രിമാർ, കോൺഗ്രസിന്റെ 9 മുൻ മുഖ്യമന്ത്രിമാർ ഇന്ന് BJPയിലാണുള്ളത്. എപ്പോൾ വേണമെങ്കിലും ഞാൻ BJPയിലേക്ക് പോവാം എന്ന് പറയുന്ന ഒരു പ്രസിഡന്റാണ് ഇന്ന് KPCCക്ക് ഉള്ളത്. പറഞ്ഞിട്ടില്ല അതാണ് പോണെന്ന് പോകും. എനിക്ക് ബദലുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രസിഡന്റ് ആണുള്ളത്. അതുപോലെ തന്നെ VD സതീശൻ 2-3 തവണ RSSുമായി വേദി പങ്കിട്ട ആളാണ്. എന്ത് പ്രതീക്ഷയിലാണ് ഇവിടുത്തെ ജനങ്ങൾ കോൺഗ്രസിന് വോട്ട് ചെയ്യുന്നത്? അതായത് KPCC പ്രസിഡന്റ് അങ്ങനെ പറഞ്ഞു എന്നുള്ളത് കുട്ടി സഖാവ് പറഞ്ഞു. നരസയ്യ ആദം മഹാരാഷ്ട്രയിലേക്ക് CPMന്റെ സംസ്ഥാന സെക്രട്ടറി, അദ്ദേഹം ഇപ്പൊ എവിടെയാണ്? അദ്ദേഹം എവിടെയാണ് അറിയോ? BJPന്റെ കൂടെയാണ്. നരസയ്യ ആദം. ഓക്കെ. പക്ഷേ കോൺഗ്രസിലെ പല മുഖ്യമന്ത്രിമാരും BJPയുടെ അടുത്താ. ആര്? കോൺഗ്രസിലെ അത് ആൾക്കാർ പലരും പോയിട്ടുണ്ടാവും. EMS പോയില്ലേ? EMS പോയോ? EMS കോൺഗ്രസ് പോയോ? എല്ലാ അങ്ങനെ പോയോ? ഇവിടെ പോയവരിനെയൊക്കെ പുറംകാലി കൊണ്ട് ചവിട്ടി തൊഴിച്ചിട്ടുണ്ട് കോൺഗ്രസ്. അത്രേ ഉള്ളൂ. അതാണ്. എന്താണ് ഇവിടുത്തെ ഒരു നിലപാട്? ആദ്യം എനിക്ക് മറുപടി പറയാനുള്ളത് BJPയുടെ പ്രതിനിധിയോടാണ്. ഇവിടെ TN പ്രതാപൻ MP കഴിവ് കെട്ടതെന്ന് പറഞ്ഞു. അതുപോലെ പാലക്കാടിൻ്റെ മണ്ണിൽ MLA ഓഫീസ് തുറന്ന ഒരാളുണ്ടായിരുന്നു. ആ കഴിവ് കെട്ടവരെ ഇവിടുന്ന് പറഞ്ഞയച്ച പ്രസ്ഥാനത്തിൻ്റെ പേരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അതേപോലെ ശ്രീ ആർഷോ ഇവിടെ സരിനെ കുറിച്ചുള്ള വാഴ്ത്തുപാട്ടുകളൊക്കെ കേട്ടു. ആദ്യം സരിനെതിരെയും ഇപ്പം സരിന് വേണ്ടിയിട്ടും വാദിക്കേണ്ടി വന്ന അങ്ങയുടെ അവസ്ഥയോടൊപ്പം ഞാൻ പങ്കുചേരുന്നു. ആദ്യമായിട്ട് രാഹുൽ വിജയിക്കുമെന്നാണ്. തീർച്ചയായിട്ടും രാഹുൽ വിജയിക്കും. എന്തുകൊണ്ട്? തീർച്ചയായിട്ടും രാഹുൽ വിജയിക്കും. കാരണം പാലക്കാട് നിയോജക മണ്ഡലത്തിൽ ജനാധിപത്യം നിലനിൽക്കുന്നത് കൊണ്ട് വർഗീയ ശക്തികൾക്കും ഈ അവസരവാദ രാഷ്ട്രീയത്തിനും ഒരിക്കലും അവകാശം കൊടുക്കില്ല. സരിൻ 20,000 വോട്ട്, രാഹുൽ 20,000 വോട്ടിന് സരിൻ പരാജയപ്പെട്ടിട്ടുണ്ടാവും. 20,000 വോട്ടിന് സരിൻ പരാജയപ്പെട്ടിട്ടുണ്ടാവും. ചേട്ടാ അറിയാതെ വന്നതാണോ അതോ കോൺഗ്രസിലെ വിമതനാണോ? പാലക്കാട് ജില്ല നെല്ലറിയുടെ നാടാണ് പാലക്കാട് ജില്ല. പാലക്കാട് ജില്ലയിൽ കർഷകരും കർഷക തൊഴിലാളികളും താമസിക്കുന്ന ജില്ലയാണ്. കർഷകരുടെ കാര്യത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനദ്രോഹ നടപടികൾ
അതിനെതിരെ ഈ ബാലറ്റിലൂടെ ജനം പ്രതികരിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അത് കോൺഗ്രസിന് അനുകൂലമാകും, കർഷകന് UDFന് അനുകൂലമായി വരും. കർഷക ദ്രോഹ നടപടികൾ എന്ന് പറഞ്ഞാൽ കേന്ദ്ര സർക്കാർ സബ്സിഡി നിർത്തലാക്കിയതോടുകൂടി 900 രൂപയുണ്ടായിരുന്ന രാസവളം 1700 രൂപയായി വർദ്ധിച്ചു. കർഷകന്റെ നട്ടെല്ലൂരി. അതുപോലെ തന്നെ കേരള സർക്കാർ പെൻഷൻ കൊടുക്കുന്നത് വെറും 6000 മാത്രം പെൻഷൻ കൊടുത്തത് കൊണ്ട് എന്താ കാര്യം? ഒരു വർഷത്തിൽ ഒരു 40,000 രൂപയോളം 5 ഏക്കർ കൃഷി ചെയ്യുന്ന ആൾക്ക് 40 ചാക്ക് രാസവളം വാങ്ങേണ്ടി വരും. 40,000 രൂപയോളം കൊള്ളയടിച്ചിട്ടാണ് 6000 രൂപ കൊടുക്കുന്നത്. വെറും ചില്ലിക്കാച്ച്. അത് കർഷകനെ വഞ്ചിച്ചിരിക്കുകയാണ്. കേരള സർക്കാർ ആയിക്കോട്ടെ 2020-21 കാലഘട്ടത്തിൽ 8 രൂപ 80 പൈസ കേരള സർക്കാർ വിഹിതം കൊടുത്തിരുന്നു. ആ വിഹിതം കൊടുത്ത് കേന്ദ്ര സർക്കാർ കൂട്ടിയ വിഹിതം 8 രൂപ 80 പൈസ കേരള സർക്കാർ കുറച്ചു. ഇപ്പൊ വെറും 5 രൂപ 20 പൈസയാണ് കേരള വിഹിതം കൊടുത്തത്. കർഷകനെ കണ്ണീരാക്കിയ, കർഷകരുടെ കെടുകാര്യസ്ഥതയില്ലാത്ത ഒരു ഭരണമാണ് കേരളത്തിൽ നടപ്പിലാക്കുന്നത്. തീർച്ചയായും കർഷകരെ ഈ കൃത്യം സമയത്ത് കെടുകാര്യസ്ഥത മൂലം കർഷകരെ കണ്ണീരാക്കിയത് കേരള സർക്കാരാണ്. ഇതിപ്പോ പറയാനുള്ളത് ത്രികോണ മത്സരമൊന്നുമല്ല, വർഗീയ കക്ഷിയോടുള്ള പോരാട്ടമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ 20,000-ൽ പരം വിജയിക്കുമാണ്.